വിവാദങ്ങൾക്കൊടുവിൽ ദേവസ്വം പ്ലീഡർ നിയമനം റദ്ദാക്കിയെങ്കിലും നിയമനത്തിൽ ദുരൂഹത ആരോപിച്ചും സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷം. കെ.ബി. പ്രദീപ് രാജിവെച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക രേഖകൾ കിട്ടിയിട്ടുണ്ടാകില്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ചോദ്യം. പ്ലീഡർ നിയമനങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോണും ഇന്ന് രംഗത്തെത്തി. വിവാദമായതിനു പിന്നാലെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി വി.ഡി. സതീശൻ സർക്കാർ നിയമിച്ച കെ.ബി. പ്രദീപ് രാജിവെച്ചെങ്കിലും വിഷയം പ്രതിപക്ഷം വീണ്ടും ഉയർത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതികളായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായ കെ.ബി. പ്രദീപ് ചുമതലയേറ്റതിനു ശേഷം കേസിലെ നിർണായക രേഖകൾ കണ്ടിട്ടുണ്ടാകില്ലേ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. കെ.ബി. പ്രദീപിന്റെ നിയമനത്തിന്റെ ഉത്തരവാദിത്തം നിയമവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. നിയമനത്തിൽ കോൺഗ്രസിന് അകത്തുനിന്നും വിമർശനം ഉയരുകയാണ്. ഒസ്യത്ത് കൊടുക്കേണ്ട പരിപാടിയല്ല ഗവൺമെന്റ് പ്ലീഡർ നിയമനമെന്ന് ജിൻഡോ ജോൺ 24-നോട് പറഞ്ഞു. ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് 10 വർഷം അധികാരമില്ലാത്ത കാലത്തും ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്ന് ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെയും പറഞ്ഞ കുറേ വക്കീലന്മാരുണ്ട്. അവരൊക്കെ അവഗണിക്കപ്പെടുമ്പോൾ അവിടെ CPM-കാരോ CPI-കാരോ അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ വന്നാൽ അതിന് ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നു. ഇത് ബന്ധു നിയമനത്തിന് പറ്റിയൊരു മേഖലയല്ല. കാരണം ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. പാർട്ടിയിലും വിമർശനമുയർന്നതോടെ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ കർശന പരിശോധനയ്ക്ക് നിയമവകുപ്പ് നിർദ്ദേശം നൽകി. ഇതുവരെയുള്ള നിയമനങ്ങൾക്ക് പുറമെ ഇനി നടത്താനുള്ള 43 പ്ലീഡർമാരുടെ നിയമനത്തിലും അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.